ഉറങ്ങിയത് മതി. വേഗം എഴുന്നേറ്റ് റെഡിയാവാൻ നോക്ക്. ഇത്ര നേരത്തെ എന്തിനാടി എണ്ണിപ്പിക്കണേ? എന്താ നേരത്തെയോ? സമയം എത്രയെന്ന് അറിയോ നിനക്ക്? 7 മണി മുതൽ യൂണിഫോം ഒക്കെ ഇട്ട് ബോഡിഗാർഡ് റെഡി ആയിട്ട് അവിടെ നിപ്പുണ്ട്. ആ യൂണിഫോം ഇന്ന് അതിന്റെ അവസാനം. പാർവതി നമ്പ്യാർ. കുഴപ്പമില്ല, ഇംഗ്ലീഷ് ഒക്കെ പിക്കപ്പായ. ബോസ് ഏതോ പാർവതി നമ്പ്യാർ ബോസിനെ വിളിക്കുന്നത്. നീയാണല്ലേ? അല്ല, ആരാ ഈ പാർവതി നമ്പ്യാരെ? പാർവതി നമ്പ്യാരല്ലടാ, പ്രൈവറ്റ് നമ്പർ എഴുതിയേക്കുന്നത്. ഓ, അപ്പൊ രണ്ടിനും ഒരേ സ്പെല്ലിംഗ് ആണോ? അവളാ. വാടി നീ വാടി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കഴിവറ മോളെ. ബോസ് ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്താലേ സംസാരിക്കാൻ പറ്റൂ. എല്ലാം എനിക്ക് മനസ്സിലായി. വിളിച്ച ബോസേ ആണോ? ഫോണിൽ സംസാരിക്കാതെ നേരിട്ട് വാടി. നിന്റെ ഭ്രാന്തി ഞാൻ തീർത്തു തരാടി. ഇത് മാറ്റാൻ പറ്റാത്ത ഭ്രാന്ത. പ്രേമം മൂത്തിരിക്ക, അതും നിന്നോട്. എന്താ നീ ധരിക്കുന്ന യൂണിഫോം, ക്യാപ്, കൂളിംഗ് ഗ്ലാസ്, നിന്റെ നടപ്പ്, സ്റ്റൈൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നീ തന്നെയാണ് ഹീറോ. ഹീറോയോ? ആരുടെ ഹീറോ? എവിടുത്തെ ഹീറോ? ദേ നോക്ക, നിനക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയല്ല ഞാൻ ഈ യൂണിഫോം ഇട്ടോണ്ട് ഇറങ്ങിയേക്കുന്നത്. നിന്നെ പോലൊരു ഭ്രാന്ത് കേസ് എന്നെ ഫോൺ ചെയ്ത് ഇഷ്ടമെന്ന് പറഞ്ഞ നിന്റെ പുറകെ കൊച്ചു വർത്താനം പറഞ്ഞ് ഞാൻ നടക്കുമെന്ന് വിചാരിച്ചു. അത്ര മണ്ടനാണോടി ഞാൻ? ഇനി നീ എനിക്ക് ഫോൺ ചെയ്താൽ നിന്റെ സെല്ലും കാണത്തില്ല, ചെവിടും കാണത്തില്ലടി. അതിന് ഞാൻ ആരാന്ന് അറിഞ്ഞാലല്ലേ? അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിന്റെ ചെകിരടിച്ച് ഞാൻ പൊട്ടിക്കൂടി. വെക്കടി ഫോൺ. റാസ്കൽസ്. എന്ത് പറ്റി? ഇതൊക്കെ കഴിഞ്ഞിട്ട് യൂണിഫോം ഇട്ടാ എന്റെ കോളിന് റെസ്പെക്ട് ചെയ്യണം അർത്ഥം. യൂണിഫോം മാറ്റിയാലോ നമ്മൾ വിചാരിച്ചതുപോലെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. ഏട്ടാ എവിടെയാ? ചേട്ടാ അതെ, ബോഡിഗാർഡ് യൂണിഫോം ഇട്ടിട്ടില്ല ചേട്ടാ. ഇട്ടിട്ടില്ലെന്നോ? അതങ്ങനെ നിനക്കറിയാം? ഞാൻ ജനലിൽ കൂടെ കണ്ടായിരുന്നു. നീ കണ്ടോ? അടിപൊളിയായിരുന്നു. ആ രംഗം നീ കണ്ടതും പോരാ, കല്യാണം കഴിക്കാൻ പോകുന്നതിന്റെ അടുത്ത് വന്ന് വിളമ്പുന്നോടെ നീ. എന്റെ പൊന്നു ചേട്ടാ, അയാള് കളർ ഡ്രസ് ആയിട്ടിരിക്കുന്നേ. കളർ ഡ്രസ് ആണോ? അതാരോട് ചോദിച്ചിട്ടാ ഇട്ടത്? നീ പിന്നെ അങ്ങോട്ട് നോക്കുന്നത് എന്ത് കാണാൻ വേണ്ടിയാ? ബോസേ, ഇതെന്തൊരു കോലവാ! എന്ത് രസമായാലും മിണ്ടാരേടി, ഇതിനാണോ രസം എന്ന് പറയുന്നത്? ഭൂമി, ഇതെന്താ പുതിയൊരു വേഷം? ബർത്ത്ഡേ ആണോ? ഇനി മുതലേ ഇങ്ങനെയായിരിക്കും വേഷം. ലൈഫില് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? പക്ഷെ എനിക്ക് ഈ ചേഞ്ച് ഇഷ്ടപ്പെട്ടില്ല ബോസേ. നിന്നെ ചേഞ്ച് ചെയ്യുന്ന കാര്യം ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നു. കമോൺ, മൂവ്. എത്ര വലിയ ബോർഡ് വേടാ. നമ്മുടെ ട്രീറ്റ്മെന്റ് എങ്ങനെ വർക്കൗട്ട് ആയെന്ന് കണ്ടോ? ഇതുവരെ ഒരു പെണ്ണിനെയും കാണാത്ത ആള് ഇപ്പൊ ഒരു കുഞ്ഞുങ്ങളെ പോലും വിടുന്നില്ല. നീ വേഗം വാ. എനിക്ക് ഒരുപാട് ബോഡിഗാർഡിന്റെ ഡ്രസ് നോക്ക. എന്നാ ബോഡിഗാർഡ് യൂണിഫോം ഒക്കെ മാറ്റി സ്റ്റൈലായിട്ട് വന്നേക്കുന്നേ? പെണ്ണ് കണ്ടിട്ട് വരുവാണോ? അതേടാ, ഒരു പെണ്ണിനെ ഞാൻ തേടിക്കൊണ്ടിരിക്കുക. അവളെ എന്റെ കയ്യിൽ കിട്ടിയാലേ താങ്ക് യു ബോഡിഗാർഡ്. കുഴപ്പമില്ലല്ലോ അല്ലേ? നമ്മളാണെന്നെങ്ങാനും അറിഞ്ഞ പിന്നെ വെച്ചേക്കില്ല. പേടിത്തുറി, നീ പറയാതിരുന്നാ മതി. മിണ്ടാതെ വാ. എന്തിനടിച്ചിരിക്കുന്ന? ഹലോ, ഒന്ന് നിന്നേ. ഒന്നുകൂടെ പറഞ്ഞേ. ഹലോ. ഒരു പ്രാവശ്യം കൂടി. ഹലോ. കുറച്ച് സോഫ്റ്റ് ആയിട്ട് മെല്ലെ ഒന്ന് പറഞ്ഞേ. ഹലോ. ഹലോ. നിനക്ക് പോ. വരുന്നുണ്ട്. ഹലോ. എടി, ആരടി നീ? എവിടുന്നാടി വിളിക്കുന്നേ? ഞാൻ ഇവിടെ തന്നെയുണ്ട്. നീ എവിടെയുള്ളേ? ഹലോ എന്ന് പറ. ഫോണിൽ ഹലോ എന്ന് പറ. വാട്ട്സ് റോങ് വിത്ത് യു? ആർ യു മാഡ്? താങ്ക്സ്. ഒന്നുമില്ല, ഇവിടെ പറഞ്ഞ ഞാൻ വരാടാ. ചോദിച്ച കേട്ടില്ലേ? നീ ഇപ്പൊ എവിടെയാടി ഉള്ളത്? ഞാനാന്ന് വിചാരിച്ച് ഒരു പെണ്ണുമായി വഴക്കുണ്ടാക്കിയില്ലേ, അപ്പഴാ ഞാൻ നിന്നെ ക്രോസ് ചെയ്തത്. എടി ഇന്ന് ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കൂടി. നീ സംസാരിച്ചോണ്ടിരുന്നോടി. എനിക്ക് ആ മണിക്കൂറിനുള്ളിൽ നിന്നെ കണ്ടുപിടിക്കൂല്ലോ എന്ന് നോക്കിക്കൂടി. എന്തിനാ അത്രയും കഷ്ടപ്പെടുന്ന? എന്നെ പ്രേമിക്കാന്ന് ഒരു വാക്ക് പറ. അടുത്ത നിമിഷം ഞാൻ നിന്റെ മുന്നിലുണ്ടാവും, സ്റ്റൈലായിട്ട് ചിരിച്ചോണ്ട്.
ചിരിച്ചോണ്ടോ? ചിരിക്കാൻ നിന്റെ വായിൽ അതിന് പല്ലുണ്ടായിട്ട് വേണ്ടേ? സ്നേഹിക്കണം അല്ലേ? ഞാൻ സ്നേഹിക്കണം. അപ്പൊ 15 മിനിറ്റ് അല്ല, ജീവിതകാലം മുഴുവൻ എന്നെ അന്വേഷിച്ച് ഭ്രാന്തായി നടക്കും. എടി ഞാൻ നിന്റെ ജീവിതകാലം മുഴുവൻ നീ ഫോൺ ചെയ്ത നിന്നെ ഞാൻ പ്രേമിക്കില്ലടി. നീ എപ്പോഴാണ് എന്റെ യൂണിഫോം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അന്നേരം അത് എടുത്ത് ദൂരേക്കടി. അതറിയാലോ? അതിനെന്താ, ഈ ഡ്രസ്സിൽ നീ ഹാൻസം തന്നെയാ. പക്ഷെ ഷർട്ട് ടക്കിൻ ചെയ്യാമായിരുന്നു. പിന്നെ മുടിയൊക്കെ പ്രേംനസിന്റെ സ്റ്റൈലാ. കൈ കൊണ്ട് തന്നെ വെതറി കൈ കൊണ്ട് തന്നെ കൊതണം. അതാ ലേറ്റസ്റ്റ് ട്രെൻഡ്. ഞാൻ എന്ത് വേണേലും ചെയ്യടി. ചിലപ്പോ അകത്തിടും, ചിലപ്പോ എടുത്ത് പുറത്തിടും. മുടി ഇഷ്ടം പോലെ വെക്കും. അത് ചോദിക്കാൻ നീ ആരാടി? ധൈര്യം ഉണ്ടേ നിന്റെ പേര് പറയടി, ഞാൻ ഒന്ന് കേൾക്കട്ടെ. പേരൊക്കെ ഓമന പേര് വെച്ച് അമ്മുക്കുട്ടീന്ന് വിളിച്ചാ മതി. എന്തോന്ന്? അമ്മുക്കുട്ടീന്ന്. അമ്മുക്കുട്ടിയോ? ഹലോ ഹലോ, നീ അമ്മുക്കുട്ടിയാണോ? ഹലോ ഹലോ. മരുഭൂമിയിൽ ഇപ്പോ ചാറ്റൽ മഴ തുടങ്ങിയിരിക്കുക. ഇനി ആലിപ്പഴ മഴ തന്നെ. ഓക്കേ, എനിക്കിതിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ശരി, ഇനിയെങ്കിലും പറ, നിന്റെ യഥാർത്ഥ പേരെന്താ? അമ്മുക്കുട്ടി. കള്ളം. അതൊക്കെ പോട്ടെ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? അറ്റ്ലീസ്റ്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നെങ്കിലും പറഞ്ഞൂടെ? എന്തിന്? ഞാൻ ആരാന്ന് കണ്ടുപിടിച്ച് എന്നെ വഴക്ക് പറയാൻ വേണ്ടിയല്ലേ? ചേച്ചേ, എനിക്കിപ്പോ നിന്നോട് ദേഷ്യമൊന്നുമില്ല. എന്ന് വെച്ചാ എന്നെ പ്രേമിക്കാൻ തുടങ്ങിയോ? അത് നിന്നെ നേരിട്ട് കാണാതെ എങ്ങനെയാ ഞാൻ പറയുന്നേ? കാണാലോ, പക്ഷെ വൺ കണ്ടീഷൻ. ആദ്യം നീ ആ പെണ്ണിന്റെ പുറകെ നടക്കുന്നത് നിർത്തണം. പെണ്ണിന്റെ പുറകെ? ഏത് പെണ്ണിന്റെ പുറകെ? നീ ആ പെണ്ണിന്റെ പുറകെ വാല് പോലെ നടക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. എന്താ അവള് വിചാരിച്ചിരിക്കുന്നത്? ലോകസുന്ദരിയാണെന്നോ? നിന്നെ പോലെ ഒരു ജെം ഓഫ് പേഴ്സിനെ പുറകെ നടത്തിച്ച് എന്തിനാ പത്രാസ് കാണിക്കുന്നത്? നിർത്തടി. ഞങ്ങളുടെ മീരയെ കുറിച്ച് അതും ഇതും പറയാൻ നീ ആരാടി? മതി. ഇനി നീ ആരാണ്, എന്താണ്, എവിടുന്ന വിളിക്കുന്നത്, ഇതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇനി എനിക്ക് ഫോൺ ചെയ്യരുത്. ഗെറ്റ് ലോസ്റ്റ്. ഇനി എനിക്ക് ഫോൺ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ, പിന്നെ ഇതിനെ വിളിക്കുന്നേ. ഇനി എന്നെ ശല്യം ചെയ്യരുത്. കട്ടിയില്ല. ഇനി ഞാൻ മീരയെ കുറിച്ച് തെറ്റായിട്ട് ഒരു വാക്ക് പോലും പറയില്ല. പ്രോമിസ്. തെറ്റായിട്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ? നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാ ആ മീരയെ കുറിച്ച് അറിയാൻ എനിക്ക് ആഗ്രഹം തോന്നുന്നു. ഒന്നും പറയില്ലേ? അറിഞ്ഞിട്ടിപ്പോ എന്ത് ചെയ്യാനാ? ഞാനും അവളെ പോലെയൊക്കെ നടന്ന നിനക്ക് എന്നെ ഇഷ്ടാവില്ലേ? അതുകൊണ്ടാ. എന്താ ഒന്നും മിണ്ടാത്ത? ഇത് നോക്ക്, മറ്റൊരാളെ പോലെ ആകാൻ നോക്കുന്നതിൽ അർത്ഥമില്ല. സ്വഭാവം അത് ജനിക്കുമ്പോഴേ വേണം. ഒരു കാര്യം നീ ഓർത്തോ, സ്വന്തം ഗാർമെന്റ് ഫാക്ടറിയിൽ വർക്കേഴ്സിനോടൊപ്പം ഉണ്ടും ഉറങ്ങിയും ജോലികൾ ചെയ്ത് കളിയും ചിരിയുമായി ഇരിക്കുന്ന ഒരു മുതലാളിയുടെ മകളെ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതാണ് ചെമ്മണ്ണൂർ മാധവൻകുട്ടി സാറിന്റെ മകൾ, ഞങ്ങളുടെ മീര. ഒരു കാലത്ത് അടിയും പിടിയായിട്ട് നടന്ന മാധവൻകുട്ടി സാറ് ഇന്നാ നാട്ടുകാർക്ക് ദൈവമായിട്ടിരിക്കണമെങ്കിൽ അതിന്റെ കാരണം ഞങ്ങളുടെ മീര തന്നെയാ. തുടക്കത്തിൽ ഞാനും അങ്ങനെ ആയിരുന്നു. നമുക്ക് ശക്തി കൊണ്ടെല്ലാം നേടിയെടുക്കാമെന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. എന്നാൽ ശക്തി കൊണ്ട് നേരിടേണ്ടത് മനുഷ്യരല്ല, അവർ കാട്ടിലാണ് ജനിക്കേണ്ടതെന്ന് വളരെ സ്നേഹത്തോടെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നത് ഞങ്ങളുടെ മീരയാണ്. മാധവൻകുട്ടി സാറിന് കാവൽക്കാരനായിട്ട് ഞാൻ വന്നത് എൻ്റെ കടമ തന്നെയാണ്. എന്നാൽ മീരയ്ക്ക് കാവൽക്കാരനായി നിൽക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. അങ്ങനെയുള്ള മീരയെക്കുറിച്ച് നീ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വരാതെ പിന്നെ അതാ ഞാനും നിന്നെ എന്തൊക്കെയോ പറഞ്ഞത്. ഐ എം സോറി. ഐ എം എക്സ്ട്രീംലി സോറി. ഭൂമി, നീ എന്തിനാ സോറി പറയുന്ന? തെറ്റ് ചെയ്തത് ഞാനല്ലേ? ഇപ്പോഴാ എനിക്കെല്ലാം മനസ്സിലായത്. അവളെ അല്ല, നിന്നെ.
ലവ് യു ഭൂമി.